ശിശു ക്ഷേമസമിതിയുടെ സംരക്ഷണത്തിലുള്ള 2.5 വയസ്സുകാരിയെ ഉപദ്രവിച്ച ആയമാർ തങ്ങളുടെ നഖം വെട്ടി തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പോലീസ്. ശാസ്ത്രീയ തെളിവെടുപ്പിനായി പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഇതിനായി വ്യാഴാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകി. കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നഖം കൊണ്ട് മുറിവേൽപ്പിച്ച പാടുകളാണുള്ളത്. അറസ്റ്റിലായ 3 ആയമാരും നഖം മുറിച്ചതിനു ശേഷമാണ് ചൊവ്വാഴ്ച പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിനെത്തിയത്. ആയമാരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും പരിശോധനകൾക്കുമായി 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെടാനാണ് മ്യൂസിയം പോലീസിന്റെ നീക്കം. ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിളുകൾ ശേഖരിക്കുന്നതിനാവശ്യമായ സമയം ഇതിലൂടെ ലഭിക്കുമെന്നാണ് കരുതുന്നത്. അറസ്റ്റിലായ ആയമാരായ അജിത, മഹേശ്വരി, സിന്ധു എന്നിവരാണ് കഴിഞ്ഞ മാസം 21 മുതൽ 30 വരെ കുഞ്ഞിനെ പരിചരിച്ചിരുന്നത്. ഈ സമയത്താണ് കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് കുഞ്ഞിനെ ഇവർ ഉപദ്രവിച്ചത്. അജിതയാണ് ജനനേന്ദ്രിയത്തിലും സ്വകാര്യ ഭാഗങ്ങളിലും മുറിവേൽപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഇതുപ്രകാരമാണ് പോസ്കോ ചുമത്തിയത്. മറ്റ് 2 ആയമാർ സംഭവം മറച്ചുവെക്കുകയും കുട്ടിയെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. മജിസ്ട്രേറ്റ് കുഞ്ഞിനോട് സംസാരിച്ച് മൊഴി രേഖപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ച കുഞ്ഞിനെ പരിചരിക്കാൻ മറ്റൊരു ആയ ഡ്യൂട്ടിയിലെത്തിയപ്പോഴാണ് ഉപദ്രവ വിവരം പുറത്തറിഞ്ഞത്. കുളിപ്പിക്കുന്നതിനിടെ കുഞ്ഞിന്റെ ശരീരത്തിലെ മുറിവുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ ശിശു ക്ഷേമനിധി ജനറൽ സെക്രട്ടറിയെ വിവരമറിയിച്ചു. തുടർന്ന് കുഞ്ഞിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. 2 ദിവസമായി നടന്ന അന്വേഷണത്തിൽ 70 പേരുടെ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയത്. മറ്റ് ജീവനക്കാരുടെ മൊഴി വരും ദിവസങ്ങളിൽ എടുക്കും. സംസ്ഥാന ബാലാവകാശ കമ്മീഷനും ബാലക്ഷേമ സമിതിയും സംഭവത്തിൽ കേസെടുത്തു. ഈ മൂവരും 2.5 വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിലും സ്വകാര്യ ഭാഗത്തും മുറിവുണ്ടാക്കി ആ കുട്ടിയുടെ വേദന ആസ്വദിച്ച സാഡിസ്റ്റുകളാണെന്നും ഇവർ മാസവേതനം മാത്രം ലക്ഷ്യം വച്ച് ആയമാർ ആയതാണെന്നും ഇവർക്ക് തക്കതായ ശിക്ഷ നൽകണമെന്നും ജനരോഷം ഉയരുന്നു.